ലോകത്തിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ ഈ ലോകത്തിന്റെ നിയന്ത്രണം മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കയ്യിലാണ് എന്ന് വാദിക്കുന്ന ഒരു കക്ഷി അറേബ്യൻ മരുഭൂമിയുടെ മണ്ണിൽ എവിടെയെങ്കിലും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനോളം കഴിവുള്ള ഒരാളാണ് എന്ന് വാദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തെവിടെയെങ്കിലും ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഇത് ഖേദകരമാണ്. ഖേദകരം തന്നെയാണ്. കാരണം ഇതുവരെ ഇയാളുടെ നേതാക്കന്മാരുടെ പുസ്തകം തന്നെ, കിതാബുകൾ തന്നെ വായിച്ചിട്ടില്ല എന്നതാണ് ഖേദകരം. അതാണ് ഏറ്റവും വലിയ ഖേദകരം. ലോകത്ത് മൺമറഞ്ഞു പോയ ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി ഒരുപക്ഷെ മുജാഹിദുകളുടെ നേതാവ് ഇബ്നു തൈമിയ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ടിത് പറയുന്നുണ്ട്. ഔലിയാക്കൾക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നും ഔലിയാക്കളുടെ മർത്തബകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്, സൃഷ്ടികൾക്ക് മുഴുവനായി ലഭിക്കുന്ന ഉപകാരങ്ങൾ, ലോകത്തിൻ്റെ നിയന്ത്രണങ്ങൾ, അടിമകൾക്ക് ആവശ്യമായത് നൽകുക തുടങ്ങിയവയെല്ലാം മലക്കുകളുടെ കഴിവിൽപ്പെട്ടതല്ലേ എന്ന അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, മനുഷ്യരിലുള്ള സ്വാലിഹീങ്ങൾക്ക് ഇതുപോലെയും ഇതിലധികവും കഴിവുകളുണ്ട്. ഔലിയാക്കളിലെ വ്യത്യസ്ത വിഭാഗങ്ങളായ അക്താബ്, ഔതാദ്, അഹാസ്, അബ്ദാല്, നുജവാഹ് തുടങ്ങിയവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മലക്കുകളുടെ സ്ഥാനമൊക്കെ എത്ര ചെറുതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ലോകം നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് ഇബ്നു തൈമിയ പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ആ ഇബാറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് സുന്നികൾ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥവും, മുജാഹിദുകൾ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥവും നൽകേണ്ടതുണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ കഴിവിലൂടെയല്ലാതെ ഇവിടെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല എന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതിൽ മായം ചേർത്ത് മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ മാർഗമല്ലാതെ ഇതിൽ മറ്റൊന്നുമില്ല എന്ന് നിങ്ങളുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ തന്നെ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ അതുപോലും കാണാനോ വായിക്കാനോ സാധിക്കാതെ പോയത് ഖേദകരം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇതൊന്നുമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് CN മൗലവി ഉണ്ടായിട്ടുള്ളത്, യുക്തിവാദിയായി പോയത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ചേകന്നൂർ എന്ന യുക്തിവാദി ഉണ്ടായത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ജബ്ബാർ ഉണ്ടായത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ജാമിദ ഉണ്ടായത്. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്.